അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നെന്തിന് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നേ എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യം പറയാം. ഇപ്പോൾ നടന്നിട്ട് പോകുന്നുണ്ട്. ആ നടത്തത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബൈ നോക്കൂട്ടോ. കാരണം വീട് എന്തെങ്കിലും വീണ് പോയാലും ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയാമെന്ന് എന്ത് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് 10-ന് പോകാൻ പറഞ്ഞു. അതിന് മുമ്പിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിന് മുമ്പ് പോകാൻ പറഞ്ഞു. പക്ഷേ എപ്പോഴാണോ ഞാൻ അവിടെ പോകുന്നത്, അല്ലെങ്കിൽ എപ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത്, അതുവരെ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എങ്ങനെയെല്ലാം എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ. കാരണം എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് ഞാൻ തന്നെയല്ലേ. എനിക്കാരും സന്തോഷം കൊണ്ട് തരില്ലല്ലോ. അപ്പോൾ സന്തോഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ എന്നല്ല, എല്ലാവരും. വീട്ടിലിപ്പോൾ 7 മാസമായി 8 മാസമായി മണ്ണാമ്പല, തോട്ടം നിറച്ചും മണ്ണാമ്പല. അപ്പോൾ പറഞ്ഞെന്ത് പറഞ്ഞാൽ 7-ാം മാസമായി 8-ാം മാസമായി ഇനിയിപ്പോൾ വീട്ടിലിരിക്കണം, അടങ്ങി ഒതുങ്ങിയിരിക്കണം, പുറത്തിറങ്ങിക്കൂടാ, കണ്ണുകൊള്ളും എന്നെല്ലാം ചില ആൾക്കാർ വിശ്വാസമാണത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ സമയത്ത് എത്ര ഹാപ്പി ആവാൻ പറ്റും അത്രയും ഹാപ്പി ആവണമെന്നാണ്. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടം, ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ ഇഷ്ടം. അതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ വന്നെന്ത് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാലോ പാട്ടിട്ടാലോ കുറേ ആൾക്കാർ വന്നിട്ട്, കുറേ ആൾക്കാരല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ, ഞാനിപ്പോൾ ഒന്നും കാര്യമാക്കില്ല, 1-2 ആൾക്കാർ വന്നിട്ട്, മോളെ വെറും പ്രഹസനമാവരുത്. അതെന്താ ഞാനൊരു ഫോട്ടോ ഇടുമ്പോൾ അതെങ്ങനെ പ്രഹസനാവൽ, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടുമ്പോൾ ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾ പറയില്ലല്ലോ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതായിരിക്കുമല്ലോ കാരണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ, എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ചേച്ചീനെ എനിക്ക് നിങ്ങളാരും നേരിട്ട് പരിചയമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മെസ്സേജിൽ എനിക്ക് നിങ്ങളൊരു ചേച്ചിയോ ചേട്ടനോ എൻ്റെ കുടുംബത്തിൽ ആരെല്ലാന്ന്, എൻ്റെ വീട്ടുകാരും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് മെസ്സേജ് ചോദിക്കലുണ്ട്. എന്തായി, ഡോക്ടറെ കണ്ടോ, സുഖമായിരിക്കണം, ഭക്ഷണം കഴിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞു തരുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയല്, അങ്ങനെ എല്ലാവരും ഒരാളെ അല്ലെങ്കിൽ ഒരാൾ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിങ്ങളതെല്ലാം പറയുന്നതിന് വെറുതെ എലിയിലും പോകുന്നവരോട് നിങ്ങൾ പറയില്ലല്ലോ. അപ്പോൾ ആ ഇഷ്ടം എനിക്ക് കിട്ടുന്നെന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് എനിക്ക്. അപ്പോൾ എനിക്ക് പറയാനില്ല എന്ത് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പോകുന്നില്ലത് കാസർഗോഡേക്കാണ്. കേരള ബാങ്കിനൊരു അനുമോദനം തരുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോകുന്നതാണ്. എനിക്ക് പോകാൻ ഞാൻ ഓക്കെയാണ്, എൻ്റെ ഹെൽത്ത് ഓക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒറ്റക്കല്ല, അമ്മയും ആരെങ്കിലും എൻ്റെ ഒന്നിച്ചുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാലോചിച്ചിട്ട് നിങ്ങൾ ആരും വേവലാതിപ്പെട്ട, നിങ്ങൾ മീൻസ് ആ കുറച്ച് ആൾക്കാർ, ഞാനിപ്പോൾ നെഗറ്റീവ് കമൻസിന് അങ്ങനെ മൈൻഡാക്കില്ല, അങ്ങനെ നല്ല എങ്ങനെ മൈൻഡാക്കില്ല, എന്നാലും ഞാൻ പറയണമല്ലോ. എൻ്റെ ഹെൽത്ത് ഓക്കെ ആയത് കൊണ്ടാണ് ഞാൻ പോകുന്നുള്ളത്. അതിനാരും വിഷമം വിചാരിക്കേണ്ട. ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് അത് വേറെയാണ്. അപ്പോൾ അത് ഞാൻ സ്വയം ചെയ്താലേ ഞാൻ സന്തോഷിക്കൂ. അപ്പോൾ ഞാൻ സന്തോഷിക്കണം എന്നല്ലേ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നേ. ആരോ കൂക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്, പ്രഗ്നൻസി വീഡിയോ ഇടരുത്. സത്യം പറയട്ടാ, ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല എൻ്റെ പ്രഗ്നൻസി വീഡിയോ എടുക്കാനോ അത് പോസ്റ്റ് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിപ്പോൾ നിങ്ങളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതുകൊണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം, അവരെന്ത് കാണിക്കണം. ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് എല്ലാവരുണ്ടാവും, അല്ലെങ്കിൽ അവർ ആ സമയത്തെ കഷ്ടപ്പാടും എന്താണ് ആ പീരീഡ്, ആ ഒരു സമയത്ത് എന്താണുള്ളതെന്നില്ല നിങ്ങളെ കാണിക്കാനായിരിക്കും. അത് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനടക്കം ഇരുന്ന് നോക്കലുണ്ട് ആ വീഡിയോ എന്ത് പറഞ്ഞാൽ. കാരണം ഞാനിനി അങ്ങോട്ട് പോകേണ്ടതാണല്ലോ, അപ്പം അങ്ങനെ ആയിരിക്കും എന്നല്ല സാധനം ഞാനും നോക്കലുണ്ട്. എനിക്കത് കാണാൻ ഇഷ്ടം എന്നല്ല, ഒരു അവയർനെസ് പോലെയൊക്കെ തോന്നില്ലത്. അപ്പോൾ അങ്ങനെ അത് അവരവരെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഞാനത് ചെയ്യുമോ. കാരണം എന്നെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ എന്നെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇപ്പോഴും മാനിച്ചിട്ടേ ഇല്ല, ഇപ്പോഴും ഞാൻ മാനിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട എൻ്റെ പ്രഗ്നൻസി വീഡിയോ ഒരു ചാനലിൽ എൻ്റെ ഒരു ഇതിലും വരില്ല. പിന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സങ്കടങ്ങളെല്ലാം കാണിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ പ്രസവത്തിൻ്റെ പോകുമ്പോൾ തന്നെ ഞാൻ ഓണം കൊണ്ടൊന്നും പോകുന്നില്ല. മാത്രം ചെറുതായിട്ട് എൻ്റെ സന്തോഷം പങ്കുവെക്കും. ഇപ്പോൾ കുഞ്ഞുമണിനെല്ലാം കാണിക്കണ്ടേ എനിക്ക് നിങ്ങൾക്ക്. അപ്പോൾ അതൊരു പ്രഹസനമായിട്ട് കാണരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അയ്യോ.